everyone, welcome to Topper's Talk at Fortune IS Academy. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഈ കൊല്ലം 71-ാം റാങ്ക് നേടിയ ഫാബി റഷീദാണ്. ഫാബി മികച്ച റാങ്ക് നേടിയത് ആദ്യ അറ്റംപ്റ്റിൽ തന്നെയാണ്. ഫാബിയുടെ സ്റ്റഡി ടെക്നിക്സും പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും നമുക്ക് ഫാബിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഫാബി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 71st റാങ്ക് കിട്ടുന്നത് വളരെ റെയറാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫാബിയുടെ ഇമോഷണൽ ജേർണി അതൊന്ന് പറഞ്ഞുതരാമോ? ആക്ച്വലി ട്യൂസ്ഡേ ആദ്യം മൺഡേ റിസൾട്ട് വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അന്നൊരു ദിവസം മുഴുവൻ ഞാൻ നോക്കിയിരുന്നു വരുമെന്ന്, വന്നില്ല. ട്യൂസ്ഡേ ആരോ പറഞ്ഞു ഉച്ചയ്ക്ക് 12 മണിക്ക് വരുമെന്ന്. അപ്പോൾ അത്രയും നേരം നോക്കിയിരുന്നു, വന്നില്ല. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ആങ്സൈറ്റി അങ്ങ് പീക്കിൽ നിൽക്കുന്ന സമയമാണ്. 1:30 ഒക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു ആക്ച്വലി റിസൾട്ട് വന്നത്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും ഒരുമിച്ച് കട്ടിലിൽ കിടക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആങ്സൈറ്റി അങ്ങ് ഹയസ്റ്റ് പോയിന്റിൽ നിൽക്കുന്ന സമയത്താണ് റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ആദ്യം പേജ് സ്ക്രോൾ ചെയ്ത് നോക്കുക ചെയ്തത്, എൻ്റെ പേരുണ്ടോയെന്ന്. എനിക്ക് അടിക്കാൻ പേടിയായി, ടൈപ്പ് ചെയ്യാൻ പേടിയായിട്ട്. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് പേര് കണ്ടില്ല. 2-3 പേജ് നോക്കി, കണ്ടില്ല. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു. പിന്നെ ഒരു വെറുതെ ഒന്നൊരു സെക്കൻഡ് ഒന്ന് നോക്കാമെന്ന് കൂടെ വിചാരിച്ചിട്ടാണ് ടൈപ്പ് ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് ഞാനത് കണ്ടത്. നീ എന്തായാലും പാസ്സാവും, 100-നകത്ത് വരും എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും, എന്ന് വെച്ചാൽ തലേ ദിവസം മുതൽ നമ്മൾ വരും 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 എന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പിറ്റേ ദിവസം 16-ാം തീയതി ഉച്ചയൊക്കെ ആയപ്പോൾ അവൾക്ക് തന്നെ അറിയാം ഇന്ന് വരും എന്നുള്ളത്. അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ ഇങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പത്രം എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നും. പക്ഷേ ഞാൻ വായിക്കുന്നുണ്ടായിരുന്നില്ല, ഇവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൾ PDF ആണ് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് ഞാൻ എത്തി നോക്കിയിട്ട് അവളോട് ചോദിച്ചു എന്താ വന്നോ ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ഫാബി എന്ന് അടിച്ചു. നേരത്തെ മുതലേ നമ്മളടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഫാബി എന്ന് പഠിക്കാൻ പേടിയാ ഇല്ലെങ്കിൽ എന്താവും എന്ന്. പക്ഷെ അന്നേരം അവൾ ആ പേടി കൊണ്ട് അവൾ ആ ഫാബിന്ന് അടിക്കാതെ തന്നെ അത് റിസൾട്ട് സ്ക്രോൾ ചെയ്ത് നോക്കി. ആദ്യത്തെ പേജ് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായി. രണ്ടാമത്തെ പേജിൽ അപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് 71 ഉണ്ടെന്ന് പറഞ്ഞു. സന്തോഷം ഭയങ്കരമായിട്ട് തോന്നി. അപ്പോഴാണ് ആക്ച്വലി ഒന്ന് ചെറുതായിട്ട് വിശ്വസിച്ച് തുടങ്ങിയത്. ഓക്കെ, കിട്ടി. പിന്നെ അമ്മയും അച്ഛനും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നപ്പം കുറച്ചും കൂടെ ഒന്ന് സെറ്റിലായി. പിന്നെ നിതിൻ സാർ എനിക്ക് മെസ്സേജ് അയച്ചു, AIR 71 കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ ആക്ച്വലി വിശ്വസിച്ചത്. ഇതൊരു ലോങ് ജേർണിയുടെ കൾമിനേഷൻ ആയിരുന്നു. നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് ആ ജേർണിയിലേക്ക് പോവാം. എങ്ങനെയായിരുന്നു സിവിൽ സർവീസസ് പെർസ്യൂ ചെയ്യണം എന്ന് തീരുമാനിച്ചത്? കാരണം ഫാബി ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ഐസറിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഉള്ള MSc കോഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് PhD ആണ് സാധാരണ ആൾക്കാർ പെർസ്യൂ ചെയ്യുന്നത്. എന്താണ് സിവിൽ സർവീസിലേക്ക് വരാനുള്ള കാര്യം? എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു ഫാമിലിയിൽ ഒരു മെമ്പറിന് സിവിൽ സർവീസ് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ തമിഴ്നാട് കീടറിലാണ് വർക്ക് ചെയ്യുന്നത്. അത് വളരെ പണ്ടാണ്, ഒരു 2008 സമയത്തെങ്ങാണ്ടാണ്. ഞാൻ ഭയങ്കര ചെറുതുമാണ്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് IAS ഒരു ഭയങ്കര സംഭവമാണ്, IASന് ഒരുപാട് പവറുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കൊച്ചിലേ ഞാനങ്ങനെ കേട്ട് IAS ഒരു സംഭവമാണെന്ന് മനസ്സിൽ സെറ്റായിട്ടുള്ള ഒരാളായിരുന്നു. പിന്നീട് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞപ്പോൾ പുതിയ കുറേ സിവിൽ സർവൻസിൻ്റെ നല്ല വർക്ക്സ് കണ്ടപ്പോൾ ഇവിടെ ഇപ്പോൾ പത്തനംതിട്ടയിലെ BB ന്യൂസ് സാറിന് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ TV അനുപമ മാം, ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എനിക്കും അവരുടെ പോലെ എന്തെങ്കിലും ഒന്നാവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഐസറിൽ പോയിട്ട് പോലും PhD വേണ്ട, PhDക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു പിയർ പ്രഷർ ഉണ്ടായിട്ട് പോലും അത് വേണ്ട, ഇത് നോക്കാം, ഇത് തന്നെ ആണ് എൻ്റെ വഴി എന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ PhDക്ക് ബാക്കി ഫ്രണ്ട്സ് എല്ലാം അപ്ലൈ ചെയ്യുന്നു, പറഞ്ഞ പോലെ പിയർ പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് അൺസർട്ടൺ ആയിട്ടുള്ള ഒരു എക്സാമാണ്, കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ, ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ എനിക്കൊരു ബാക്കപ്പ് പ്ലാനും ഇല്ല, ഇതാണ് എൻ്റെ വഴി എന്നുള്ളത് തന്നെയായിരുന്നു. ഇടയ്ക്ക് ഞാനൊരു എക്സാം SSCയുടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ അടുത്ത സ്റ്റേജിൽ എഴുതാൻ പോയില്ല. ഇത് തന്നെ നോക്കാം, ഇത് ഒരു ബാക്കപ്പ് പ്ലാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചേനെ, ഒന്നുമില്ല എന്നുള്ളപ്പോൾ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് പഠിച്ചേനെ എന്ന് തോന്നി. അങ്ങനെ ബാക്കപ്പ് പ്ലാൻ ഒന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് ഒന്ന് പോവാം. ഇതിലെ ഫസ്റ്റ് ഹേർഡിൽ എന്ന് പറയുന്നത് പ്രിലിംസ് ആണല്ലോ. അപ്പോൾ ഫാബി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നമ്മളൊരു സ്വന്തമായിട്ടൊരു അനാലിസിസ് ചെയ്ത് കാണും.
പ്രിലിംസിന് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തു എന്ന് തോന്നുന്ന 1-2 സ്ട്രാറ്റജീസ് ഒന്ന് മെൻഷൻ ചെയ്യാമോ? ഒരെണ്ണം എനിക്ക് തോന്നുന്നു, ഞാൻ പ്രിലിംസിന് വായിക്കുമ്പോൾ ഞാൻ സ്വന്തമായി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. കാര്യം UPSC ഒരുപാട് നുവാൻസ്ഡ് ആയിട്ടാണ് ഓപ്ഷൻസ് ഇടുന്നത്. വളരെ ചെറിയ മൈനർ സാധനങ്ങളായിരിക്കും ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ എന്ത് മൈനർ സാധനം വന്നാലും അത് ട്വിസ്റ്റ് ചെയ്ത് തന്നാലും അത് തിരിച്ചറിയാൻ വേണ്ടി എത്രമാത്രം ക്വസ്റ്റ്യൻസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രമാത്രം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അമെൻമെൻ്റ് ഉണ്ട്, 91st Amendment of 2003. അത് എത്ര പെർസെൻറ്റേജ് ഓഫ് പാർലമെൻറ്റ് നമുക്ക് മന്ത്രിമാരാക്കാം എന്നുള്ളൊരു അമെൻമെൻ്റാണ്. അപ്പോൾ ആ അമെൻമെൻറ്റിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെ ട്വിസ്റ്റ് വരുത്താം. ഇപ്പോൾ 15% എന്നുള്ളത് പെർസെൻറ്റേജ് മാറ്റിത്തരാം. അത് സ്റ്റേറ്റ്സിന് ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കാം. എല്ലാ സ്റ്റേറ്റ്സിനും സിമിലർ ആണോ എന്ന് ചോദിക്കാം. അത് പാർലമെൻറ്റ് ആണോ അതോ ലോക്സഭ മാത്രമാണോ അങ്ങനെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ മനസ്സിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് അപ്പം തന്നെ ഉണ്ടാക്കുമായിരുന്നു. അതെനിക്ക് തോന്നുന്നു നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഒരു ദിവസം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, സെക്ഷണൽ അല്ല, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധം വെച്ചിരുന്നു. ഏകദേശം അവസാനം എക്സാമിൻ്റെ പ്രിലിംസിന് വളരെ ക്ലോസ് ആയിട്ട്. ആദ്യം പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ സെറ്ററിൻ്റെ മൈൻഡ് സെറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ലൂപ്പ് ഹോൾസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ പേപ്പറിൽ നിന്ന്. എല്ലാ ദിവസവും 100 ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊരു എക്സ്പെക്ടേഷനും ഫാബി സെറ്റ് ചെയ്തതായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ എക്സ്പെക്ടേഷൻ എല്ലാ ദിവസവും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതിൽ സ്ട്രഗിൾസ് ഉണ്ടായിട്ടില്ലേ? ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. 100 ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളുണ്ട്. ചില ദിവസങ്ങൾ എക്സ്ട്രീംലി ലോ ആയിട്ടുള്ള ദിവസങ്ങളുണ്ട്, അന്ന് ചെയ്യില്ല. പക്ഷെ ചെയ്യുന്ന ദിവസം മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു സ്ട്രാറ്റജി. അപ്പോൾ ഈ ചെയ്യാത്ത ദിവസത്തിൽ നിന്ന് അടുത്ത ദിവസം ചെയ്യണം എന്നുള്ളതിലേക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും ഹാക്ക് ഉണ്ടായിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ച് ഹാക്കൊന്നുമില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സാധനമേ ഉള്ളൂ, എനിക്ക് ഒറ്റ അറ്റംപ്റ്റിൽ ഇത് എങ്ങനെയെങ്കിലും എനിക്ക് തീർക്കണം, സിവിൽ സർവീസ് എന്നുള്ള ജേർണി തീർക്കണം. കാര്യം ഇതൊരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ പേരൻസിന്, എൻ്റെ ഫാമിലിക്ക് മൊത്തം ഒരു റോളർ കോസ്റ്ററാണ്. അപ്പം കൂടുതൽ അറ്റംപ്റ്റ്സ് എടുക്കുന്നതിനനുസരിച്ച് ഇതിൽ കൂടെ ഞാൻ തന്നെ എന്നെ തന്നെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്, അമ്മയും അച്ഛനെയും സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അത് വരരുത്. അപ്പോൾ ഒരു ദിവസം ചെയ്തില്ലെങ്കിലും പിറ്റേ ദിവസം ചെയ്യാൻ അതൊരു മോട്ടിവേഷൻ തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഇമോഷണൽ റോളർ കോസ്റ്റർ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഫാബിക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നോ? അതെങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത്? സ്ട്രെസ് ഉറപ്പായിട്ടും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ക്ലാസ്സിൽ വെച്ച് തന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ ശൈലേഷ് സാറിൻ്റെ ക്ലാസ്സിൽ വെച്ച് ഒരു തവണ എനിക്കൊരു പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ തിരിച്ച് ഇടയ്ക്ക് വെച്ച് സാറിനോട് പറഞ്ഞ് എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ഞാൻ നിർത്തി വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ ആക്ച്വലി ഒരുപാട് തെറാപ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ആക്ച്വലി ഞാൻ തിരിച്ച് വന്നത്. ഒരു 1.5 months എനിക്ക് വളരെ മോശം മാസങ്ങളായിരുന്നു. അന്ന് എനിക്കൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചിന്തയും അന്ന് ഉറപ്പായിട്ടും വന്നിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലി, എൻ്റെ അമ്മയും അച്ഛനും ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കസിൻ്റെ വൈഫുണ്ട്, ഡോക്ടർ ഫെമിദ ഖാൻ എന്നാണ് പേര്. ഷീ ഗേവ് മീ എ ലോട്ട് ഓഫ് സപ്പോർട്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ പിന്നെ തിരിച്ച് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ സാറുമാർ ഒരുപാട് പേര്, ശൈലേഷ് സാറിന് എൻ്റെ ഈ പാനിക് അറ്റാക്കിൻ്റെ കാര്യം അറിയാം. പിന്നെ ശൈലേഷ് സാർ റെഗുലറായിട്ട് എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള ഒരുപാട് പേർക്ക്, ഇംതിയാസ് സാറിനൊക്കെ നന്നായി അറിയാം, എൻ്റെ അവസ്ഥ അറിയാമായിരുന്നു. ആൻസൈറ്റിയോ സ്ട്രെസ്സോ മാനേജ് ചെയ്യാൻ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് പൊതുവേ ഒരു സ്റ്റിഗ്മയോ ടാബു ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് പലരും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ കുറച്ചുകൂടെ മാറി വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫാബിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയോ? അതോ പാരൻസിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതോ എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നോ? ആദ്യം ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കസിൻ്റെ വൈഫാണ്, നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണ്. അപ്പം എന്തായാലും അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാവുന്ന രീതിയിലൊരു ഒന്നും ഉണ്ടാവില്ല എന്ന് അമ്മയ്ക്കും അച്ഛനും ഉറപ്പ് വന്നിരുന്നു അപ്പം തന്നെ. പിന്നെ എൻ്റെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അഭിമാനം അതിനെക്കാട്ടിലും കൂടുതൽ എൻ്റെ വെൽഫെയർ ആയിരിക്കുമല്ലോ പേരൻസ് ചിന്തിക്കുക. അങ്ങനെ അവർ സപ്പോർട്ടീവ് ആയിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റഡിയിലെ പ്രൊഡക്ടിവിറ്റിയും നല്ലപോലെ കൂടിയല്ലേ? അതെ. അത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു 1.5 മാസം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസം വന്നു ഞാൻ പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് ആക്ച്വലി ആർക്ക് സ്ട്രെസ് വന്നാലും അത് സെൽഫായിട്ട് മാനേജ് ചെയ്യാൻ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ ടാബു, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നമുക്ക് ഫിസിക്കൽ ഇല്ല് വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് മെൻ്റൽ ഇല്ല് വരുമ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. വെരി ട്രൂ. സ്ട്രെസ് മാനേജ്മെൻറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു ടൈം മാനേജ്മെൻറ്റ്. ഈ സ്ട്രെസ് ഉണ്ടാവാൻ ഒരു കാര്യം, ആ ഒരു എക്സ്പെക്റ്റേഷനും ഞാൻ മേ ബി നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് തോന്നുന്നതുമായിരിക്കാമല്ലോ. അപ്പോൾ ടൈം പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഫാബിയുടെ ടൈം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി എന്തായിരുന്നു? ആദ്യം ആക്ച്വലി എക്സാം തുടങ്ങിയപ്പോൾ സ്ലീപ്പ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. 4 hours ഓഫ് സ്ലീപ്പ് അത്രയും മതി എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. കാര്യം നമുക്ക് മാനേജ് ചെയ്യാം, ബോഡി അഡ്ജസ്റ്റ് ചെയ്തോളും എന്നുള്ളൊരു രീതിയായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് ഫിസിക്കൽ ഹെൽത്ത് തന്നെ എൻ്റെ കുറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എനിക്ക് കണ്ണിനൊരു ചെറിയ പ്രശ്നം ഉണ്ടായി, എനിക്കൊരു ടിയർ ഫിലിം ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായി, ഒരുപാട് ലാപ്ടോപ്പ് എക്സസീവ്ലി യൂസ് ചെയ്യുന്നു, സ്ലീപ്പ് കുറവായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് സ്ലീപ്പ് കുറച്ചിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട എന്നുള്ളതുകൊണ്ട് 6 hours സ്ലീപ്പ് എന്തായാലും എൻഷുർ ചെയ്തിരുന്നു. അതല്ലാണ്ട് ഞാൻ ആക്ച്വലി ഒരു ലേറ്റ് ഔളല്ല, ഞാനൊരു ഏർലി ബേർഡാണ്. അപ്പോൾ ഞാനൊരു 10:30 ഒക്കെ ആകുമ്പോൾ ഉറങ്ങും, 4:35 മാക്സിമം അപ്പോൾ എണീക്കും. പിന്നെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ആദ്യം പത്രം വായിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ തലേ ദിവസത്തെ പത്രം പിറ്റേ ദിവസമായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. ഞാൻ പത്രത്തിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു സെപ്പറേറ്റ്ലി. പക്ഷെ അതിൽ നിന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടി ഡെയിലി കറണ്ട് അഫയേഴ്സ് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇറക്കും. അത് യൂഷ്വലി വൈകിട്ടോ രാത്രിയോ ഒക്കെയാണ് അത് വരിക. അപ്പോൾ തലേ ദിവസത്തെ പത്രം പിറ്റേ ദിവസം വായിച്ചാൽ അതും കൂടെ ഒരുമിച്ച് നടക്കും എന്നുള്ളത് കൊണ്ട് എൻ്റെ നോട്ട്സിൽ അതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ്സ് എ നൈസ് സ്ട്രാറ്റജി. അപ്പോൾ രണ്ടും ഒരുമിച്ച് വെച്ച് നമുക്ക് അത്യാവശ്യം കോംപ്രഹെൻസീവ് ആയിട്ട് ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അതെ അതെ. ഈ നോട്ട് മേക്കിംഗ് പലർക്കും ഒത്തിരി ഡൗട്ടുള്ള ഒരു ഏരിയ ആണ്. എത്ര വലിയ നോട്ട് ഉണ്ടാക്കണം, എത്ര ചെറിയ നോട്ട് ഉണ്ടാക്കണം, ഡിജിറ്റലി ഉണ്ടാക്കണോ, കൈകൊണ്ട് തന്നെ എഴുതി ഫിസിക്കൽ നോട്ട്ബുക്കിൽ ഉണ്ടാക്കണോ? ഫാബിയുടെ നോട്ട് മേക്കിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഫിസിക്കലി എഴുതി പഠിക്കുന്ന ഒരാളായിരുന്നു. പ്രിലിംസിനും ഞാൻ എഴുതിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പ്രിലിംസ് ശരിക്കും നമുക്കൊരു MCQ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഞാൻ റീറ്റെയിൻ ചെയ്തിരുന്നത് കൂടുതലും ഞാൻ എഴുതി പഠിക്കുമ്പോഴായിരുന്നു. അങ്ങനെ ഞാൻ പ്രിലിംസിനും എഴുതി നോട്ടുണ്ടാക്കി എഴുതി തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് കുറച്ച് ഡിജിറ്റൽ നോട്ട്സ് ഉണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ് റെഫറൻസിന് ഞാൻ കുറച്ച് ഡിജിറ്റൽ നോട്ട്സ് OneNote പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതലും ഞാൻ എഴുതി പഠിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. എനിക്ക് തോന്നുന്നു അത് എനിക്ക് മെയിൻസിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് സ്പീഡ് വലിയ ഇഷ്യൂ ആദ്യമേ തൊട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. കണ്ടന്റിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആദ്യം 1, 2, 3 പരീക്ഷകൾക്ക് കണ്ടന്റിന് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ സ്പീഡ് വാസ് നോട്ട് ആൻ ഇഷ്യൂ. അതെനിക്ക് തോന്നുന്നു ഞാൻ എഴുതി പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ ഈ ഫിസിക്കലി നോട്ട് ഉണ്ടാക്കുമ്പോൾ, കാരണം റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിന് തന്നെ പല പല അപ്ഡേറ്റ്സ് വരും. അപ്പോൾ അതെങ്ങനെയാണ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ റിവൈസ് ചെയ്ത് വേറൊരു ഷോർട്ടർ നോട്ട് ഉണ്ടാക്കുമായിരുന്നു? അങ്ങനെയല്ല, എനിക്ക് ഒരു നോട്ട്ബുക്ക്, ഞാൻ 5 സബ്ജക്ട് നോട്ട്ബുക്സ് ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ സബ്ജക്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ പൊളിറ്റിയുടെ ഒരു നോട്ടിനകത്ത് പുതിയ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സെപ്പറേറ്റ് നോട്ട്സ് ഉണ്ടായിരുന്നു. പ്രിലിംസിൽ ടെസ്റ്റ് സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. ഫാബി ടെസ്റ്റ് സീരീസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്തേ? ഹൗ ഡിഡ് യു യൂസ് ഇറ്റ് ടു ഇംപ്രൂവ് യുവർ സെൽഫ്? ടെസ്റ്റ് സീരീസ് ഞാൻ ഫോർച്യൂണിലാണ് ടെസ്റ്റ് സീരീസ് എടുത്തത്. റെഗുലറായിട്ട് എല്ലാ വീക്കും ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ടെസ്റ്റ് പോലും മിസ് ചെയ്തിട്ടില്ല. അത് ഞാൻ ഫിസിക്കലി ആണ് വന്ന് എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് അല്ലാതെ ഓൺലൈൻ എഴുതുന്നതിനോട് എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയ്ക്കും ഭയങ്കര നിർബന്ധമായിരുന്നു ഓൺലൈൻ എഴുതരുത്, ഫിസിക്കലി തന്നെ എഴുതണം എന്ന്. അങ്ങനെ ഞാൻ മിസ് ചെയ്യാതെ ടെസ്റ്റ് എഴുതി എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ആദ്യം നെഗറ്റീവ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഞാൻ അറ്റംപ്റ്റുകൾ യൂഷ്വലി ഒരുപാട് അറ്റംപ്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ 75 to 80 അറ്റംപ്റ്റ് ചെയ്യായിരുന്നു. അതിൽ തന്നെ ആദ്യം മിസ്റ്റേക്സ് കൂടുതലായിരുന്നു. പിന്നെ ഞാനത് ഓപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരിക ചെയ്തത്. 80 to 85 അറ്റംപ്റ്റ് ചെയ്യും. അപ്പോൾ നെഗറ്റീവ്സ് പതുക്കെ കുറഞ്ഞു കൊണ്ടുവരായിരുന്നു ചെയ്തിരുന്നത്. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജേർണി തുടങ്ങിയപ്പോൾ ഫോർച്യൂൺ ചൂസ് ചെയ്യാൻ കാര്യം എന്തായിരുന്നു? പ്രൈമറി റീസൺ, എൻ്റെ ഒരു ഫ്രണ്ട് ഫോർച്യൂണിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ പേര് ആദിത്യ എന്നാണ്. അവൻ എൻ്റെ തൊട്ട് മുമ്പത്തെ ബാച്ചിലാണ് പഠിച്ചത്. അപ്പോൾ അവൻ ഒരുപാട് എന്നോട് ഫോർച്യൂണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ റെക്കമെൻഡേഷനിലാണ് ഞാൻ ഫോർച്യൂണിനെ കുറിച്ച് അറിഞ്ഞതും. പിന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ചത്തെ ക്ലാസ് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ദിസ് ഈസ് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫോർച്യൂണിനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഫോർച്യൂണിന് അവിടെ കൂടെ പഠിച്ച ഒരു സ്റ്റുഡൻറ്റ് ആ ഫോർച്യൂണിൽ പഠിച്ചിരുന്നു. ആ പയ്യൻ്റെ പേര് ആദിത്യ എന്നാണ്. ആദിത്യ ആ ഫോർച്യൂണിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. ആദിത്യ നിമിത്തമാണ് ഞങ്ങൾ ഫോർച്യൂണിൽ അഡ്മിഷൻ എടുക്കാൻ കാരണം. അല്ലെങ്കിൽ വേറെ പല സ്ഥാപനങ്ങളും അന്വേഷിച്ച് പോവുകയും ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയെന്നിരിക്കും. ഫോർച്യൂണിലെ അധ്യാപകരുടെ സപ്പോർട്ടാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഫാബി ഫോർച്യൂണിൽ ഏത് ബാച്ചായിരുന്നെന്നും ഇവിടുത്തെ പ്രോഗ്രാംസിൽ ഏറ്റവും എഫക്റ്റീവ് ആണെന്ന് തോന്നിയ ചില പ്രോഗ്രാംസ് ഒന്ന് മെൻഷൻ ചെയ്യാമോ? ഞാൻ 2022 ബാച്ചാണ്. ബാച്ച് 4 ജൂൺ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ആഫ്റ്റർനൂൺ ബാച്ചായിരുന്നു. ഓരോ സ്റ്റേജിലും എനിക്ക് എഫക്റ്റീവായിട്ട് പല കാര്യങ്ങളാണ് തോന്നിയിട്ടുള്ളത്. പ്രിലിംസിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു ഫോർച്യൂണിലുള്ളത്. എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു മെൻറ്ററിനെ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീക്ക്ലി ടെസ്റ്റുകൾ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ വീക്ക്ലി ടെസ്റ്റ് കഴിഞ്ഞിട്ട് എൻ്റെ മിസ്റ്റേക്സ് എൻ്റെ മെൻറ്റർ തന്നെ കൃത്യമായി പറഞ്ഞു തന്നിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന്. അതെനിക്ക് തോന്നുന്നു എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. മെയിൻസിനും ഞാൻ എടുത്തു പറയുന്നത് മെൻറ്റർഷിപ്പ് തന്നെയാണ്. എനിക്ക് നിതിൻ സാറാണ് ഇവിടെ മെൻറ്ററായിട്ട് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അത് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റികളിൽ ഒന്നാണ് നിതിൻ സാറിൻ്റെ മെൻറ്റിയായിട്ട് നിൽക്കുക എന്നുള്ളത്. കാര്യം സാർ ആക്ച്വലി എനിക്ക് ലിറ്ററലി 24/7 എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന നോട്ട്സ് ആണെങ്കിലും എൻ്റെ ആൻസേഴ്സ് കറക്റ്റ് ചെയ്യുന്നതിലാണെങ്കിലും സാറായിട്ട് നോട്ട് ഉണ്ടാക്കി തരുന്നതാണെങ്കിലും
കറണ്ട് അഫയേഴ്സ് എനിക്ക് അയച്ചു തരുന്നതാണെങ്കിലും ഓൾ ത്രൂ ഇൻ്റർവ്യൂവിന് കയറുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് വരെ സാറ് എൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. അത് എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യങ്ങളിലൊന്നാണ് നിതിൻ സാറിന് മെൻറ്റി ആവുക എന്നുള്ളത്. ഇന്റർവ്യൂ സ്റ്റേജിൽ എനിക്ക് ഇന്റർവ്യൂ ജാനുവരി 9 ജാനുവരി 2 ഇന്റർവ്യൂ തുടങ്ങി. അപ്പോൾ എനിക്കൊരു 1 വീക്ക് ഗ്യാപ്പിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയ ടെൻഷനിൽ നിന്നിരുന്ന സമയത്ത് ഇവിടെ ഫോർച്യൂണാണ് എന്നെ ഫോർച്യൂണിലുള്ള ഫാക്കൽറ്റി ഒരാളൊഴിക്കാതെ എല്ലാവരും സമാധാനിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആങ്സൈറ്റിയുടെ വലിയൊരാളാണ്. അപ്പോൾ എല്ലാവരും എന്നെ സമാധാനിപ്പിച്ചു. എനിക്ക് മാക്സിമം മോക്ക് ഇൻ്റർവ്യൂസ് റെഡിയാക്കി തന്നു, 1-on-1 സെഷൻസ് ശരിയാക്കി തന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ആ ജാനുവരി 9 കോൺഫിഡൻ്റ് ആയിട്ട് പോയത്. ഒരുപാട് കണ്ടന്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് അപ്പോഴും, പക്ഷേ കോൺഫിഡൻസ് എനിക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഐ ഡോണ്ട് നോ എന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഫോർച്യൂണാണ് തന്നത്. ആക്ച്വൽ UPSC ഇൻ്റർവ്യൂവിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റീകോൾ ചെയ്യാൻ പറ്റുമോ? മെമ്മറബിൾ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി കാണാറുണ്ട്. ഫാബിക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റുമോ? എനിക്ക് കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് കിട്ടിയത്. അപ്പോൾ എന്നോട് ചെയർമാൻ ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു കമ്പനിയുടെ പേര് എന്നോട് ചോദിച്ചു. അതെനിക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹി ഹിംസെൽഫ് എക്സ്പ്ലെയിൻഡ് ഇത് ചൈനയിലുള്ളൊരു കമ്പനിയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഹി ആസ്ക്ഡ് മീ വൈ ഇന്ത്യ ഈസ് ലാഗിങ് ബിഹൈൻഡ് വൈൽ ദീസ് കമ്പനീസ് ആർ ട്രഡ്ജിങ് ഫോർവേഡ്. അപ്പോൾ അത് ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ആൻഡ് ദെൻ ഹി ആസ്ക്ഡ് മീ അബൌട്ട് ദി IQ ഓഫ് ഐൻസ്റ്റൈൻ, ദി IQ ഓഫ് ChatGPT ആൻഡ് കമ്പയർ ദെം. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഒന്ന് ഉത്തരം ചെയ്യാമോ? IQ ഓഫ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആൻഡ് IQ ഓഫ് ChatGPT. ഫാബി എന്താ ഉത്തരം പറഞ്ഞേ? ആക്ച്വലി എനിക്ക് അതിൻ്റെ ഫാക്ച്വൽ ആൻസർ അറിയില്ലായിരുന്നു. ആൻഡ് സാർ എന്നെ പറഞ്ഞു ഇത് IQ ഓഫ് ഐൻസ്റ്റൈൻ 160 ആണ്, ChatGPT 155 ആണ്, ആൻഡ് വിത്തിൻ എ ഗ്യാപ്പ് ഓഫ് 10 years അത് ചിലപ്പോൾ കൂടും. ഇസ് ഇറ്റ് സ്കെയറി എന്ന് ചോദിച്ചു. ആൻഡ് ഐ സെഡ് ഇറ്റ് ഇസ് സ്കെയറി, പക്ഷേ ഇറ്റ്സ് ഓൾസോ എന്താ പറയുക, ഇറ്റ്സ് ഓൾസോ വെരി ഇറ്റ് ഇസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ദാറ്റ് വി ഹാവ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. മെയിൻസിന് ഫാബിയുടെ സ്ട്രാറ്റജി എന്തായിരുന്നു? മെയിൻസിന് എക്സ്റ്റെൻസീവ്ലി നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് ആൻസർ ഫോർമാറ്റിൽ നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒരു കാര്യം ചെയ്യുക. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സ്പെസിഫിക് ആയിട്ട് ചെയ്തത്, എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാറ്റ് സെപ്പറേറ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു. എക്സാമ്പിൾസിനും എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ബെറ്റർ ഇന്ത്യ പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന്, ന്യൂസ് പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് എക്സാമ്പിൾസ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി പോലും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 400+ എക്സാമ്പിൾസ് ഞാനായിട്ട് തന്നെ സെപ്പറേറ്റ്ലി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആൻസേഴ്സിൽ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും ഈ സ്റ്റാറ്റിസ്റ്റിക്സും ഈ എക്സാമ്പിൾസും എഴുതി പ്രിപ്പയർ ചെയ്യായിരുന്നു. അതെനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ഗുഡ് ആൻസർ, മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഉത്തരത്തിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും ഫാബിയുടെ പെർസ്പെക്റ്റീവിൽ? എനിക്ക് തോന്നുന്നു ക്ലീശേ ആവാത്തൊരു ഉത്തരം, ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഉത്തരം എഴുതുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ നമ്മളൊരു സ്റ്റാറ്റ് വെച്ച് തുടങ്ങിയോ അല്ലെങ്കിൽ നമുക്കൊരു റീസെൻറ്റ് ന്യൂസ് വെച്ച് തുടങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ക്വസ്റ്റ്യൻ്റെ എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ആദ്യം മെയിൻസിന് ഞാൻ ആൻസേഴ്സ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നിതിൻ സാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള മേജർ ഒരു ഇഷ്യൂ എൻ്റെ ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ്റെ എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അത് പതുക്കെ എനിക്ക് ശരിയായി വരിക ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്ത് എഴുതുക, ഈവൻ ഒരു ചെറിയ ഭാഗമാണെങ്കിൽ പോലും അതിന് നമ്മൾ എംഫസിസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫിഗേഴ്സ് യൂസ് ചെയ്യുക, ഫാക്റ്റ് യൂസ് ചെയ്യുക, ഇതൊക്കെ തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ക്വസ്റ്റ്യൻ്റെ കീവേഡ് ശ്രദ്ധിച്ച് ആൻസർ എഴുതുക. അപ്പോൾ നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കുക, മേക്ക് ഇറ്റ് സ്റ്റാൻഡ് ഔട്ട്, അതാണ് ചെയ്യേണ്ടത്. ഫാബി, അടുത്തതായി നമുക്ക് ചെറിയൊരു ഫൺ റൗണ്ടാണ്. റാപ്പിഡ് ഫയർ പോലെ ഒരു സെഗ്മെന്റ്, 1 മിനിറ്റിനകം ഉത്തരം പറയും. ഫേവറേറ്റ് മെന്റർ? നിതിൻ സാർ എൻ്റെ കൂടെ 24/7 നിന്നിട്ടുണ്ട്. ഹി വാസ് മൈ നെർവ് ഓഫ് സ്റ്റീൽ. ഫേവറേറ്റ് ഫാക്കൽറ്റി? ശൈലേഷ് സാറിൻ്റെ ക്ലാസ് ഒരു വികാരമാണ് ആക്ച്വലി. എസ്സേ പ്രിപ്പറേഷൻ ഞാൻ ഒരുപാട് അനക്ഡോട്ട്സ്, കോഡ്സ് കളക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇറ്റ് കെയിം ടു യൂസ് ഫോർ മീ ഇൻ ദിസ് എസ്സേ ഓൾസോ, ദിസ് എക്സാം ഓൾസോ. CSAT pre-YQ എക്സ്റ്റെൻസീവ്ലി ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. എത്തിക്സ് example collection is very important from newspaper, from different websites. You have to collect a lot of examples. Current affairs preparation? Current affairs note making from newspapers and also look at daily current affairs. Interview preparation? Attending a lot of mock interviews and having a lot of speaking practice. What did you discover about yourself during the interview preparation stage? That I am more confident than what I credit myself to be. So that is something that I discovered. Favorite quote? Every saint has a past, every sinner has a future. It is said by Oscar Wilde.
നേരത്തെ കോഡ്സ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഹൗ വാസ് ഇറ്റ് യൂസ്ഫുൾ ഫോർ ദ UPSC essay? ഞാൻ ഇപ്രാവശ്യത്തെ ജെൻഡർ ബേസ്ഡ് ഒരു എസ്സേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു കോട്ട് മലാലയുടെ ബുക്കിൽ നിന്ന് കണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു പാസ്റ്റോ കപ്ലെറ്റ് ആണ്. ഇറ്റ് ഗോസ് ലൈക്ക് സോരെ സോരെ പഗോലോ രാശേ ധാബെ നംഗെ അവസ് ദേര മാഷാ മയന. It actually translates into, I would rather receive your bullet-ridden body with honor than hear about the news of your weakness in the battlefield. This is something that is said to boys. അപ്പോൾ ബോയ്സിനുള്ള എക്സ്പെക്ടേഷനെ കുറിച്ചുള്ളൊരു കോട്ട് ഇതാണ്. ഇത് ഞാൻ ആക്ച്വലി ആ എസ്സേക്ക് യൂസ് ചെയ്തിരുന്നു. ഈ കോട്ടൊക്കെ എഴുതിയിടുമോ ഇത്രയും ഇങ്ങനെ ഓർക്കാൻ? ഞാനൊരു ബുക്ക് എസ്സിൻ്റെ ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ കോഡ്സ് അനക്ഡോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു ഫാബി, താങ്ക് യു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ റാപ്പിഡ് ഫയർ സെഷൻ. പെട്ടെന്ന് ഓണസ്റ്റ് ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു. താങ്ക്സ് ഫോർ ദാറ്റ്. ഈ സിവിൽ സർവീസസിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ പലർക്കും ചില കാര്യങ്ങളിൽ ചേഞ്ച് കൊണ്ടുവരണം എന്നൊരാഗ്രഹം കാണും. ഫാബി അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സ്പെസിഫിക് ചേഞ്ചസ് ഇതായിരിക്കണം, ആ രീതിയിൽ ആലോചിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കതിനൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു മൂവി തന്നെയാണ്, മലയാളം മൂവി. ഒരു പാപ്പി അപ്പച്ച എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അതിൽ ദിലീപിൻ്റെ ക്യാരക്ടർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതി വയ്ക്കുന്നതായി കണ്ടിട്ടുണ്ട്. അന്ന് ഞാനും ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്, തിങ്സ് ഐ വുഡ് ഡു ഇഫ് ഐ ഗെറ്റ് ദ പവർ. അത് വളരെ 10ാം ക്ലാസ് 9ാം ക്ലാസ് ആ സമയത്താണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ആഗ്രഹങ്ങൾക്കും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരെണ്ണം എനിക്ക് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നത്, ഞാൻ എഴുതിയിരിക്കുന്ന ഒരു സാധനം, വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും അടുപ്പിച്ചടുപ്പിച്ച് സെറ്റപ്പ് ചെയ്യുക. അത് ഞാൻ പഠിക്കുന്നതിനിടയ്ക്ക് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു കൺസെപ്റ്റ് പുറത്ത് രാജ്യങ്ങളിലുണ്ട്, മൾട്ടി ജനറേഷണൽ ഹോംസ് എന്ന് പറഞ്ഞിട്ട്. അന്നത് അറിഞ്ഞിട്ട് എഴുതിയതല്ല. അന്ന് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വൃദ്ധന്മാർക്കുള്ള ലോൺലിനെസ് കുറയ്ക്കുക, അനാഥരായുള്ള കുട്ടികൾക്ക് അപ്പൂപ്പന്മാരുടെയും അമ്മമാരുടെയും സ്നേഹം കിട്ടുക. അങ്ങനെയുള്ളൊരു തോട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് അറിയുന്നു അതൊരു മൾട്ടി ജനറേഷൻ ഹോം എന്നൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ടെന്ന്. അപ്പോൾ അതുപോലെയുള്ള കുറച്ച് ആഗ്രഹങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു നല്ല ഫാന്റാസ്റ്റിക് ഐഡിയ ആണല്ലോ, കാരണം ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഐഡിയാസ് എഴുതിയ ഒരു ഡയറി ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ ഈ ഡയറി വേറെ ആരെങ്കിലും കാണിക്കാറുണ്ടോ? എല്ലാവരും കണ്ടിട്ടില്ല. അത് ഞാൻ ഐ സീൽഡ് ഇറ്റ് ഷട്ട്. എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിൽ ഒത്തിരി കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റട്ടെ whenever you join a relevant department. ലാസ്റ്റ് ആയിട്ട് വാട്ട് വുഡ് ബി എ പീസ് ഓഫ് അഡ്വൈസ് നമ്മുടെ യങ് ആസ്പിറൻസിന് കൊടുക്കാനുള്ളത്? That you have to do the maximum that you can, because ultimately you have to convince yourself. ബാക്കി ആരെന്ത് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. ചിലർ പറയും നീ പഠിച്ചിട്ടില്ല, നീ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും എല്ലാം പറയും. പക്ഷേ നമുക്ക് തോന്നുകയാണ്, നമുക്കൊരു റിഗ്രറ്റ് വന്നാൽ ദാറ്റ് ഈസ് ദ വേർസ്റ്റ് ഫീലിംഗ് ദർ എവർ ഇസ്. അപ്പോൾ ആൻഡ് ദർ ഇസ് നോ മന്ത്ര ടു ക്രാക്ക് ദ സിവിൽ സർവീസസ്. ഇത്ര നേരം പഠിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ ഇന്ന പേപ്പർ വായിച്ചാൽ കിട്ടും, അങ്ങനെയൊന്നുമില്ല. വാട്ട് എവർ യു ക്യാൻ ഡു ഇറ്റ് വിത്ത് ദ മാക്സിമം എഫേർട്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എത്രയാണോ അത്ര മാത്രം ചെയ്യുക. ഒരിക്കലും ഒന്നും ചെയ്തില്ല, ഞാൻ ഇനഫ്, ഐ ഡിഡ് നോട്ട് ഡു ഇനഫ് എന്നുള്ളൊരു റിഗ്രറ്റ് വരാതിരിക്കുക. ദാറ്റ് ഈസ് ദി ഓൺലി തിങ്. Thank you, Fabi. That was a wonderful interview. I gained a lot of insights, especially വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു. എനിക്ക് ആ ക്വസ്റ്റ്യൻ സെറ്ററിൻ്റെ മൈൻഡിൽ നിന്ന് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത്, that was a really new information and a good hack, I would say. So thanks for that. All the best for your career ahead. Thank you so much, sir. Fortune IAS Academy. More than just an academy.